ഇന്ന് വൈകുന്നേരം 6:30 ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും എക്സിറ്റ് പോൾ ഫല സർവേകൾ പുറത്തുവിടുന്നു. ഞങ്ങളും അത്തരത്തിൽ ഒരു സർവേ ഫലം നൽകാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ചില സൂചനകൾ ആണ് നൽകുന്നത്. കാരണം വളരെ വിശദമായി ലഭിക്കുന്ന സോഴ്സുകളിൽ നിന്നും കണ്ടെത്തുന്നതാണ്. കാരണം നമുക്ക് സ്വന്തമായ ഒരു സർവേ നടത്തുവാനുള്ള സംവിധാനം ഇല്ല എങ്കിൽ കൂടിയും 162 ചാനലടങ്ങുന്ന സ്മാർട്ട് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഓൺലൈൻ ചാനലുകളാണ്. അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടുകളും വിവിധ സർവേ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസും കളക്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു എക്സിറ്റ് പോളാണ്. അതെന്തായാലും 6:30 തന്നെ ഞങ്ങൾ അത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഒപ്പം തന്നെ അതിൽ നൽകുന്ന ചില സൂചനകൾ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് ഇതൊരു സൂചനകൾ മാത്രമാണ്. അത് ഏത് തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ കൃത്യമായ സീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ പറയുക നിർവാഹമില്ല. കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതായാലും കേരളത്തിൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ അലയടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗുണഭോക്താക്കൾ UDF മാത്രമായിരിക്കില്ല എന്ന് തന്നെയാണ് നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശം. സാധാരണ നമ്മുടെ കേരളത്തിൽ ഇടതും വലുതും മാത്രമാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭരണമുള്ളപ്പോൾ അവരുടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഗുണം UDFനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല UDFൻ്റെ ഭരണമുള്ളപ്പോൾ അത് LDFനാണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ അതിൻ്റെ ഗുണഭോക്താക്കൾ UDF മാത്രമായിരിക്കില്ല, അത് BJPക്കും അതിൻ്റെ ഗുണം ഉണ്ടാകും. ഒപ്പം തന്നെ ചില മണ്ഡലങ്ങളിലെ ചിലയിടങ്ങളിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഇല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ മേജർ പാർട്ടികൾക്ക് അതൊരു ക്ഷീണം സംഭവിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായൊരു അടിയൊഴുക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇത്തവണ അതൊരു ക്രോസ് വോട്ടിംഗ് രീതിയിലായിരുന്നില്ല. അതിന് അനവധി കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ തന്നെ ഒരു വലിയ അടിയൊഴുക്ക് അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് തന്നെ നീങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP കൈക്കൊണ്ട ഒരു രീതി വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രം നേരത്തെ തന്നെ ആ മണ്ഡലങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിൽ ചില മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് വളരെ നന്നായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഈ ഫലത്തിൽ പ്രതിഫലിക്കാതിരിക്കില്ല. ഏതായാലും വിശദമായി തന്നെയുള്ള ഒരു ഫലം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ട് 6:30 ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.